പുത്തൂർ പഞ്ചായത്തിലെ മലയോര മേഖല കാട്ടാന ഭീഷണിയിൽ. ആനക്കൂട്ടങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതും ജനജീവിതത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നതും പതിവാകുന്നു. പുത്തൂർ പഞ്ചായത്തിലെ മാനാമംഗലം, വല്ലൂർ, വെള്ളക്കാരിത്തടം, താമര വെള്ളച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാവുന്നത്. മുൻപൊക്കെ ഒരു ആന ഇറങ്ങിയിരുന്ന സ്ഥാനത്ത് 8-10 ആനകളടങ്ങുന്ന കൂട്ടമാണിപ്പോൾ കാടിറങ്ങി കൃഷി നശിപ്പിക്കുന്നതും ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് ഭീഷണിയാകുന്നതും. പ്രദേശത്തെ ആളുകൾക്ക് വൈകിട്ട് 6 മണിക്ക് ശേഷം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. കർഷകർക്ക് കൃഷി ചെയ്ത് വിളവെടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. ഏകദേശം 9ഓളം ആനകൾ നിരന്തരമായിട്ട് വരികയും തൈത്തെങ്ങുകളും വലിയ തെങ്ങുകളും വാഴയും റബ്ബറും ഉൾപ്പെടെ വലിയ രീതിയിൽ അത് നശിപ്പിച്ച് കളയുകയാണ്. ആന എണ്ണത്തിൽ കൂടുതലായതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിനടുത്തേക്ക് പോകാനോ പടക്കം പൊട്ടിക്കണം നല്ല പേടിയുണ്ട്. കാരണം ആന പല സ്ഥലങ്ങളിലായിട്ടാണ് മാറി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചേച്ചിയുടെ വീട്ടിലെ 45 തൈ തെങ്ങുകളാണ് ആന നശിപ്പിച്ച് കളഞ്ഞത്. അത്ര ദുഷ്കരമാണ്. ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത്, ഒന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫെൻസിങ് അത് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി ഹാങ്ങിങ് ഫെൻസിങ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. 2, നിരന്തരമായിട്ട് ആന വരുന്ന സ്ഥലങ്ങളെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഫോറസ്റ്റിൻ്റെ ഒരു സ്ഥിരം പെട്രോളിംഗ് സംവിധാനം, ഒപ്പം തന്നെ സെൻസർ പോലുള്ള പുതിയ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു 100, 200, 300 മീറ്റർ അകലെ വെച്ച് തന്നെ ആന ഇറങ്ങുന്നുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് അതിനെ മാറ്റുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. പട്ടയില്ലാത്ത ചില ഭൂമികളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്ലാവ് പണ്ട് കാലത്ത് നമ്മൾ ഈ ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി നട്ടു വളർത്തിയിട്ട പ്ലാവാണ്. ആ പ്ലാവ് ഇപ്പം മുറിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്ലാവ് മുറിക്കുന്നുള്ളൊരു അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ അത് മുറിച്ച് മാറ്റിയാൽ ഒരു പരിധിവരെ ആന വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും. വെള്ളക്കാരിത്തടത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ 7ഓളം ആനകളാണ് ജനവാസ മേഖലയിൽ എത്തിയത്. കൃഷിയിടത്തിലെത്തിയ ആനക്കൂട്ടം ഒറ്റ രാത്രി കൊണ്ട് വ്യാപകമായ കൃഷിനാശമാണ് വരുത്തിയത്. നിരവധി റബ്ബർ മരങ്ങൾ, തെങ്ങിൻ തൈകൾ, വാഴകൾ എന്നിവയാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. ഇത്തരം നാശനഷ്ടങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഒരു തരത്തിലുള്ള ധനസഹായവും ലഭിക്കുന്നില്ല. കാട്ടാനശല്യം മൂലം പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. രാത്രിയായാൽ വീടിനും കൃഷിക്കും കാവലിരിക്കേണ്ട സ്ഥിതിയാണെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാരിന്റെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. പുത്തൂർ മേഖലയിലെ മലയോര മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമാവുകയാണ്. വർഷങ്ങളായി ഇവിടെ മെയ്, ജൂലൈ മാസങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. കർഷകരുടെ വാഴ, തെങ്ങും തൈകൾ തുടങ്ങിയവയാണ് നിരന്തരമായി നശിപ്പിക്കപ്പെടുന്നത്. ഈ കർഷകർക്ക് കൃഷി ചെയ്യാനാവാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവർക്ക് നശിക്കുന്ന കൃഷിക്ക് നഷ്ടപരിഹാരം നൽകാനും കാട്ടാനകൾ വീണ്ടും ഇറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാനുമുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെല്ലാവരും ആവശ്യപ്പെടുന്നത്. വെള്ളക്കാരിത്തടത്തു നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാർ കെ. മലയിലിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്.